പുണ്യ റമദാനിലെ റഹ്മത്തിൻ്റെ 10 അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം റമദാൻ ഒരാൾക്ക് കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്ന് ദുആ ചെയ്യുന്നതാരാ? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതിനാമീൻ പറയുന്നത് ആ ജിബ്രീലിനേക്കാൾ അഫ്ളലായ അഷ്റഫുൽ ഖൽഖായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അപ്പോൾ ആ പ്രാർത്ഥനയെ നമ്മൾ പേടിക്കണ്ടേ? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടോ? അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ ഒരത്ഭുത സ്വലാത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. സ്നേഹത്തോടെ മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് ഒരൊറ്റ തവണ ചൊല്ലിയാൽ, നിങ്ങൾ ഇരുന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നിങ്ങൾ നിന്നുകൊണ്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത് എങ്കിൽ ഇരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അത്രമേൽ അത്ഭുതം നിറഞ്ഞ സ്വലാത്ത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവന്ന് തരുന്ന, ടെൻഷൻ മാറ്റിത്തരുന്ന, മുഴുവൻ പ്രശ്നങ്ങളെയും നീക്കിത്തരുന്ന അത്ഭുത സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കാം. അതോടൊപ്പം 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? അള്ളാൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടണമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ ഒരു 3 തവണ ചൊല്ലിക്ക്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. കരുണക്കടലായ റബ്ബ് അവൻ്റെ കാരുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണം. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? മുത്തുനബിയുടെ മേലുള്ള സ്വലാത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും പ്രമേയം തന്നെ അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൽ ദായിമാ ലാഹ നജ്മുൽ ഫീ സമാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒറ്റ സ്വലാത്ത് മതി ജീവിതം മാറാൻ. എത്ര സ്വലാത്ത്? ഒറ്റ സ്വലാത്ത് മതി. ഉസ്താദെ, ഞങ്ങൾ കോടാനുകൂടി സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നുണ്ട് എന്നാണ്. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ പ്രണയമുണ്ടോ നമ്മുടെ കൽബിൽ? മുത്തുനബിയുടെ മഹബത്തുണ്ടോ? ആ മഹബത്തുണ്ടായിരിക്കേ വേണം സ്വലാത്ത് ചെല്ലാൻ, അല്ലെങ്കിൽ കൂലി കിട്ടും. നമുക്ക് കൂലിയല്ലല്ലോ വേണ്ടത്, നമുക്ക് മുത്തുനബിയെ അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. റബീഅ റളിയല്ലാഹു അൻഹു രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ മുത്തുനബിക്ക് സന്തോഷമായി. എന്താ ചോദിച്ചത്? എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു, ഞാൻ തരാം. ആരാ പറയണേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത്? നമ്മളെന്താ പറയാ? എനിക്ക് സ്വർഗം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, ഇത് വേണം. ആ സ്വഹാബി ചോദിച്ചത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദമാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ അടുത്തൊരു സ്ഥാനം വേണം നബിയെ. എനിക്ക് അങ്ങയുടെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കണം, ആ നൂറ് മുഹമ്മദിൽ ലയിച്ചിരിക്കണം. സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താണ്? നൂറ് മുഹമ്മദിൽ ലയിച്ചിരിക്കലാണ്. ആ നൂറ് മുഹമ്മദ് കിട്ടിയവർക്കാണ് അള്ളാനെ കാണാൻ പറ്റുക. അതാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂറ് മുഹമ്മദിൽ ലയിക്കാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ സ്വലാത്തിൻ്റെ ലക്ഷ്യം അല്ലേ. ആ മഹബത്തിലൂടെ ഒരു സ്വലാത്തെങ്കിലും ചൊല്ലാൻ നമുക്ക് പറ്റണം. ഇന്നൊരു അത്ഭുത സ്വലാത്ത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പൊരു കാര്യം, വെള്ളിയാഴ്ച ദിവസമാണ്, റമദാനിലെ വെള്ളിയാഴ്ചയാണ്, റഹ്മത്തിൻ്റെ 10 അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഒരു ഉസ്താദിൻ്റെയും ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണവും നമ്മൾ ഏറ്റെടുത്തതാണ് അല്ലേ. കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹദിയ ചെയ്യണം. വെള്ളിയാഴ്ച നല്ല നിലക്ക് നെയ്യത്താക്കിയിട്ട് ഒരു 313 രൂപ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഹദിയ ചെയ്യാമോ? അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതം മാറിമറിയാൻ റബ്ബിന് കൊടുത്താൽ അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നവരെ അവൻ നിരാശപ്പെടുത്തില്ലല്ലോ. അള്ളാഹു അത് ഏറ്റെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുന ബിലാലൊക്കെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം റളിയല്ലാഹു അൻഹു അല്ലേ. മുത്തുനബി വഫാത്തായപ്പോൾ നമ്മൾ ഒരുപാട് കേട്ട ചരിത്രമാണല്ലേ. മുത്തുനബി വഫാത്തായപ്പോൾ ആ നാട്ടിൽ നിൽക്കാൻ പറ്റണില്ല ബിലാലിന്. എൻ്റെ ഹബീബിനെ കണ്ണുകൊണ്ട് കാണാത്ത മദീനയിൽ ഞാനില്ല. അവിടെ നിന്ന് കൂഫയിലേക്ക് യാത്രയാവുക.
മദീനയുടെ ബോർഡർ വരെ ആളുകൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടാണ് യാത്രയാക്കണത് ബിലാലിന് പോകാനായിട്ട്. അങ്ങനെ കുറേ നാൾ കൂഫയിലൊക്കെ താമസിച്ചു. ഒരു രാത്രിയിൽ അവിടുന്ന് സ്വപ്നം കാണുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാദൽ ജഫായ ബിലാൽ, ഇതെന്തൊരു പിണക്കാണ് ബിലാലെ. ആരാ ചോദിക്കണത്? സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ ചിന്തിച്ചു പോണതേ, മുത്തുനബിയൊക്കെ അങ്ങനെ ചോദിക്കണമെങ്കിൽ സയ്യിദുനാ ബിലാലിൻ്റെയൊക്കെ റേഞ്ച് എന്തായിരിക്കും? എന്നോട് പിണക്കാണോ ബിലാലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അത് കേട്ട് ഞെട്ടി എഴുന്നേൽക്കാണ് ബിലാൽ. അവിടുന്ന് കാൽനടയായിട്ട് കൂഫയിൽ നിന്ന് നടന്ന് മദീനയിലേക്ക് വരികയാണ് സയ്യിദുനാ ബിലാൽ. ആ റൗളയിലേക്ക് ഓടിച്ചെന്ന് മുത്തുനബിയുമായി സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് ബാങ്കിൻ്റെ സമയമാകുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, ബിലാൽ ബാങ്ക് കൊടുക്കൂ ബിലാൽ. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനെങ്ങനെ കൊടുക്കും? എൻ്റെ റസൂലുള്ളാഹിനെ നേർക്കണ്ടുകൊണ്ട് കാണാത്ത മദീനയിൽ ബിലാൽ ബാങ്ക് കൊടുക്കൂല. ബിലാൽ ആരാ? മുഅദ്ദിനു റസൂലില്ല. അത് റസൂലുള്ളാഹിൻ്റെ മുഅദ്ദിനാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം വന്ന് പറഞ്ഞു, ബിലാലെ ബാങ്ക് കൊടുക്ക്. ഇല്ല ഉമർ, ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോഴാണ് സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി, വന്നിട്ട് പറയുന്നത്, ബാങ്ക് കൊടുക്കൂ ബിലാൽ. അഹ്ലു ബൈത്ത് പറഞ്ഞ എങ്ങനെയാ തട്ടാൻ പറ്റിയ ബിലാലിന്? മുത്തുനബിയുടെ പേരക്കുട്ടിയല്ലേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹുജ്ജത്തിൽ മദീന, മദീന ആകെ വിറച്ചു പോയതുപോലെ ഒരു തേങ്ങിക്കരച്ചിലോടുകൂടെ മദീന ഉണരാൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അബുഇസ റസൂലുള്ളാഹ്, അബുഇസ റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് വീണ്ടും പുനർജനിച്ചോ? മുത്തുനബി പുനർജനിച്ചുവോ? ബിലാലിന്റെ ശബ്ദമല്ലേ കേൾക്കണത്? എല്ലാവരും വീട്ടിൽ നിന്ന് ആണും പെണ്ണും ഒക്കെ ഇറങ്ങി ഓടാൻ തുടങ്ങി. അബുഇസ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് പുനർജനിച്ചുവോ? മദീന കൂട്ടക്കരച്ചിലിന്റെ വേദിയായി. അപ്പോഴേക്ക് ബിലാൽ അഷ്ഹദു അന്ന മുഹമ്മദൻ. പറ്റുന്നില്ല ബിലാൽ, ബോധം കെട്ട് വീണുപോയി സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇതെന്തൊരു മഹബ്ബത്താണ്! ആ പേരുച്ചരിക്കുമ്പോൾ പോലും കൽബിലൊരു പ്രകമ്പനം, വല്ലാത്തൊരു ഒരു ഒരു വിറയൽ. എൻ്റെ ഹബീബിൻ്റെ പേര് പറയുമ്പോൾ അത്രമേൽ മഹബ്ബത്തുള്ള ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും ഉമ്മമാരെ. നിങ്ങൾ കുറേ ഇങ്ങനെ കൂലിക്ക് വേണ്ടി ചൊല്ലിക്കൂട്ടിയതല്ല, പ്രണയത്തോടെ എൻ്റെ ഹബീബിന് എനിക്ക് കിട്ടണമെന്ന ബോധ്യത്തിൽ ഒരൊറ്റ സ്വലാത്തെങ്കിലും ഒന്ന് മാത്രം ചൊല്ലണം എന്നല്ല എനിക്ക് പറയേണ്ടത്. നിങ്ങൾ 1000 ചൊല്ലിക്കോ, ആ 1000 ഒരെണ്ണമെങ്കിലും മഹബ്ബത്ത് നിറഞ്ഞു നിൽക്കണ കോലത്തിലൊന്ന് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ്, അതിനേക്കാൾ വലിയ മഹാഭാഗ്യം എന്താണ്? അങ്ങനെ ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരിക്കലൊരു ഉമ്മ വന്നിട്ട് ഹസനുൽ ബസരി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പറയുന്നുണ്ട്, ഓ ഹസൻ എന്നവരെ, എൻ്റെ പൊന്നുമോള് മരിച്ചു പോയിട്ട് കുറേയായി, ഞാൻ ഇതുവരെ ഒന്നും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല, നിങ്ങളൊന്ന് ദ്വാരക്കണം എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഹസൻ റളിയല്ലാഹു അൻഹു ദ്വാരുന്നു. അന്ന് രാത്രി തൻ്റെ മോളെ ആ ഉമ്മ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുക, നരകത്തിൽ അതികഠിനമായ അദാബിലാണ് മോളുള്ളത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണിയിട്ടിട്ട് ഓടുകയാണ് ഇലാ ഹദ്റത്തി ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഹസൻ എന്നവരെ, എൻ്റെ കുഞ്ഞു വല്ലാത്ത അദാബിലാണ് ഞാൻ കാണുന്നത്, ഒന്ന് ദ്വാരക്കണേ, എൻ്റെ കുഞ്ഞിന് നരക അദാബ് കുറഞ്ഞു കിട്ടാനൊന്ന് ദ്വാരക്കണേ. അന്ന് ഹസൻ എന്നവർ ദ്വാരുന്നിട്ട് രാത്രിയായപ്പോൾ ഈ കുട്ടിയെ സയ്യിദുനാ ഹസനുൽ ബസരി തങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണ്. പക്ഷെ ഉമ്മ പറഞ്ഞതുപോലെയൊന്നുമല്ല. സ്വർഗീയ ലോകത്ത് സ്വർഗീയ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വളരെ മനോഹരമായ നിലയിലാണ് ആ കുഞ്ഞിനെ സ്വപ്നം കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഹസൻ എന്നവർ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, നിൻ്റെ ഉമ്മ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഹസൻ എന്നവരെ, ഞാൻ നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഖബർസ്ഥാനിൻ്റെ അടുക്കലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയി. അയാൾ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഖബറാളികൾക്ക് മുഴുവൻ അത് ഹദിയ ചെയ്തു. എനിക്കും കിട്ടി അതിൻ്റെ ഓഹരി. അതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് സ്വർഗത്തിൽ അനുഭവിക്കുന്നത്. ഹസൻ എന്നവരെ, ഒരൊറ്റ സ്വലാത്ത് ഒരു മനുഷ്യൻ ഖബർസ്ഥാനിലേക്ക് ഹദിയ ചെയ്തപ്പോൾ അവിടെയുള്ള ഖബറാളികൾ മുഴുവൻ സ്വർഗീയ അനുഭൂതികൾ ലഭ്യമാകുന്നവരായെങ്കിൽ സ്വലാത്തിൻ്റെ മഹത്വം എത്രയാ! അത് മഹബത്തോടെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം എത്രയാണ്! സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ നമ്മൾ സ്വലാത്ത് ആ ബോധ്യത്തിൽ ചൊല്ലണം, ആ ബോധ്യത്തിൽ ചൊല്ലാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതം മാറിമറിയും. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 3 ആൺകുട്ടികളുണ്ടായിരുന്നു. 3 ആൺകുട്ടികൾക്കും പേര് വെച്ചത് മുഹമ്മദ് എന്നാണ്. വേറെ പേരറിയാൻ പാടാത്തതുകൊണ്ടാണോ? 3 ആൺകുട്ടികൾക്കും പേര് വെച്ചത് മുഹമ്മദ് എന്നാണ്. എന്നിട്ട് വിളിപ്പേര് വേറെ ഉണ്ടായിരുന്നു. വിളിക്കാനുള്ള പേര് വേറെ.
എന്നാലും മക്കളുടെ പേര് മുഹമ്മദ് എന്നാണ്. എന്തേ? ലി അദ്കുറ ഹബീബി, എൻ്റെ ഹബീബിനെ എപ്പോഴും 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 ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാനാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് എന്ന് പഠിപ്പിച്ചു തരട്ടെ. ഈ റമദാനിൽ പടച്ചോൻ്റെ കാരുണ്യം നമുക്ക് കിട്ടാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ. അതായത് ഈ സ്വലാത്ത്, ചെറിയ സ്വലാച്ചാൻ മഹബത്തോടെ ഒരു തവണ നിങ്ങൾ ഇരുന്നിട്ട് ചൊല്ലിയാൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. നിന്നിട്ട് ചൊല്ലിയാൽ ഇരിക്കുന്നതിന് മുമ്പ് പാപം പൊറുക്കും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കപ്പെടും. മാത്രമല്ല, ഈ സ്വലാത്ത് നിങ്ങൾ ഹദിയ ചെയ്താൽ ഖബറാളികൾ സന്തോഷം അനുഭവിക്കും. പോരാ, നിങ്ങളുടെ ടെൻഷൻ അകലാൻ സ്വലാത്ത് മതിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാമ്പത്തിക കാര്യങ്ങൾ ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നവരെ ഈ സ്വലാത്ത് ചൊല്ലിക്കോ, നിങ്ങളുടെ ടെൻഷൻ അല്ലാഹ് മാറ്റിത്തരും. നിങ്ങൾക്ക് അല്ലാഹ് സമ്പത്ത് തരും, നിങ്ങൾക്ക് വേണ്ടതല്ല തരും, നിങ്ങളുടെ മനസ്സിലെ മുറാദുകൾ അല്ലാഹ് ഹാസുലാക്കി തരും. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലിം. അത്രയേ ഉള്ളൂ, സിമ്പിൾ സ്വലാത്താണ് അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലിം. ഈ സ്വലാത്ത് ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് കഴിയുന്നവരെല്ലാം ഒരു 300 തവണ ചൊല്ലിയാൽ മുത്തായ തങ്ങളുടെ തിരുനോട്ടം നിങ്ങൾക്ക് ഉറപ്പാണ്. ഇന്ന് മഗ്‌രിബിന് മുൻപ് ഒരു 300 തവണയെങ്കിലും ചൊല്ലാൻ കഴിയണം. എന്നിട്ട് ഇത് ചൊല്ലിയിട്ട് നമ്മുടെ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ഒന്ന് ഹദിയ ചെയ്തൊക്കെ അവരിന്ന് സന്തോഷിക്കുന്ന അത്ര മറ്റൊരു ദിവസം സന്തോഷിക്കൂല. അത്ര വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാനും അന്വർത്ഥമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹ് ഹാസുലാക്കട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സയ്യിദത്തുന മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണം ഏറ്റെടുത്ത പ്രവാചകൻ ആരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാരാ? നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ഞാൻ മുമ്പ് ചോദിച്ചതാണ്, എന്നാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലോകത്തെ ആദ്യത്തെ ഹദീസിൻ്റെ ഗ്രന്ഥം ക്രോഡീകരിച്ച ഇമാമിൻ്റെ പേരെന്താണ്? ലോകത്തെ ആദ്യത്തെ ഹദീസിൻ്റെ ഗ്രന്ഥം ഏതാണെന്നല്ല, ആ ഹദീസിൻ്റെ കിതാബ് ക്രോഡീകരിച്ച ഇമാമിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നിറയ്ക്കണേ അല്ലാഹ്. ആ ബോധ്യത്തിൽ ഈ സ്വലാത്ത് ചൊല്ലാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ടെൻഷൻ അകറ്റണേ അല്ലാഹ്. സാമ്പത്തിക ബാധ്യതകൾ നീക്കണേ അല്ലാഹ്. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങൾ കടിമയായവരുണ്ട്, കാമിലായ ശമനം തരണേ അല്ലാഹ്. ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരല്ലേ അല്ലാഹ്. ഒരുപാട് മക്കൾ വഴിയേടിലാണ്, കള്ളുകുടിയന്മാരാണ്, തോന്നിവാസികളാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണ്. പടച്ചോനെ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. നേർവഴി കാണിക്കണേ അല്ലാഹ്. അദബുള്ളവരാക്കണേ അല്ലാഹ്. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇന്ന് ഏറ്റവും ചുരുങ്ങിയതൊരു 313 രൂപ കൊണ്ടെങ്കിലും ഈ മജ്‌ലിസിനെ ചേർത്ത് പിടിച്ചവർ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചവർ, അവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാഹ്. അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാഹ്. വേദനകൾ അകറ്റണേ അല്ലാഹ്. പടച്ചവനെ, അവർക്ക് കരയേണ്ടി വരുന്നൊരു ഘട്ടം നീ ഇല്ലാതാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ വീട് നിർമ്മാണം എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ പറഞ്ഞവരുണ്ട്, തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഉള്ള വീട്ടിൽ നീ ഞങ്ങൾക്ക് സമാധാനമേകണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രവാസികളുണ്ട്, ഖൈറ് നൽകണേ അല്ലാഹ്. കടക്കെണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽപ്പെട്ടവർ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.